മുത്തുമണീസ്. അയ്യോ പടച്ചോനെ, പേര് മറന്നുപോയി. എന്തുവായിരുന്നു? മുത്തുമണീസ്. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുന്ന ഇഫ ചിക്കൻ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഞാനൊരു കുഞ്ഞിക്കോഴി ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി ഇതേ വലിയ 2 പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വരിഞ്ഞു കൊടുത്തതിന് ശേഷം അടിച്ച് പരത്തി നമുക്ക് ഇങ്ങ് എടുക്കാം. ഇനി നമുക്ക് മസാല ഐറ്റംസ് ചേർക്കാമേ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, തൈരും നാരങ്ങ നീരും ഉപ്പും ഇട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു 8 മണിക്കൂർ നേരത്തേക്ക് ഞാനിത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. രാവിലെയാണ് ഞാൻ മസാല പുരട്ടി വെക്കുന്നത്. ഒരു സന്ധ്യയ്ക്ക് ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് ബട്ടർ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുക്കുന്നുണ്ട്. ബട്ടർ കരിഞ്ഞു പോകാതിരിക്കാനാണ്. ഇത്രയും നേരം മസാല പുരട്ടി വെച്ചുകൊണ്ട് ചിക്കനിൽ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ഇത് 2 വശം തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. അപ്പോഴത്തേക്ക് ഇത് നമ്മുടെ പൊന്ന് ചൂടി വന്നിട്ടുണ്ട് ചിക്കൻ്റെ ടേസ്റ്റ് നോക്കാനായിട്ട്. ഇനി ഇതിലേക്കുള്ള ഡിപ്പ് റെഡിയാക്കാമേ. 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം 2-3 അല്ലി വെളുത്തുള്ളിയും 2 സ്ലൈസ് ചീസും കുറച്ച് ഫ്രഷ് ക്രീമും ഇട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാം. എൻ്റെ ചിക്കൻ കുറച്ച് ഫ്രൈ ആയി പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ദേ ഡിപ്പ് ഒഴിച്ച് ഒരു 5 മിനിറ്റ് നേരം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ ഇഫ ചിക്കൻ റെഡി. ചൂടുണ്ട്. അടിപൊളി. ഞാൻ ഉണ്ടാക്കി തന്നെയാണോ? കൊള്ളാം, അടിപൊളി. സത്യമായിട്ട് മുത്തുമണീസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചീസ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ചൂടോടെ കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ ഇത് പൊറോട്ട ഉണ്ടായിരുന്നു, അതും ആ ചിക്കനും എല്ലാം കൂടി ആഹാ പൊളി ടേസ്റ്റ് ആയിരുന്നു. വെറൈറ്റി ടേസ്റ്റ് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇത് അടിപൊളിയായിരിക്കും.